എന്നും ഒരേ രീതിയിലുള്ള ചിക്കൻ കറി കഴിച്ചിട്ട് വ്യത്യാസമായിട്ട് എന്തെങ്കിലും തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടർക്കിഷ് ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തേത്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. എല്ലില്ലാത്ത ചിക്കൻ ഈ കാണുന്നത് പോലെ കട്ട് ചെയ്തത് 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. 4 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇടാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിടാം. 2 വശവും 2 മിനിറ്റ് വീതം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇത് വേകുന്ന സമയം കൊണ്ട് ചിക്കനിൽ ചേർക്കാനുള്ള സോസ് തയ്യാറാക്കാം. വൈറ്റ് സോസ് അല്ല നമ്മൾ തയ്യാറാക്കുന്നത്, ചീസ് സോസാണ് തയ്യാറാക്കുന്നത്. ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമും ഒഴിക്കാം. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചെഡർ ചീസ് ഇടാം. ചീസ് ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും ഈ സോസ് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ചിക്കനിലേക്ക് ഒഴിക്കാൻ. ചിക്കൻ നമ്മൾ അടച്ചു വെച്ചത് ഇപ്പോൾ നല്ലതുപോലെ വെന്ത് കാണും. നമുക്കതൊന്ന് നോക്കാം. ചിക്കന് നല്ല പരുവത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ഇനി ഈ പാനിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ചിക്കൻ ബട്ടറിലേക്കിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രീൻ ഒണിയൻ ഇടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചെഡർ ചീസ് ഇടാം. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന സോസ് കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. സോസിൻ്റെ മുകളിലായിട്ട് ഇത് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മോസറല്ല ചീസ് ഇടാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ ഒണിയനും ചില്ലി ഫ്ലേക്സും കൂടി ഇടാം. ഇതിനി ഒരു 5 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ചീസൊന്ന് മെൽറ്റ് ആകുന്നിടം വരെയാണ് അടച്ചു വെക്കേണ്ടത്. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. ചീസൊക്കെ മെൽറ്റായോന്ന്. മെൽറ്റായെങ്കിൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ മെൽറ്റായിട്ടില്ല, കുറച്ച് നേരം കൂടി വെക്കാം.
ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുറച്ച് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ ചിക്കൻ നമുക്കിതിനകത്തുനിന്ന് കോരിയെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.